ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ബിരിയാണി റൈസ് വാഷ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ബോയിലാകാനായിട്ട് വെക്കണം. സാധാരണ ഞാൻ കൊടുക്കുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി പാക്കിനകത്ത് തന്നെ ഇൻസ്ട്രക്ഷൻ ഷീറ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ ആ പാക്കിൻ്റെ പുറത്ത് കാണും 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് അത്ര തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. നമ്മൾ ഈ വെള്ളത്തിലോട്ട് തന്നെ ഗ്രാമ്പു, പട്ട, പിന്നെ തക്കോലം, ഏലക്ക, പെപ്പർ, ബേ ലീവ്സ്, അതായത് ആ ഗരം മസാല പാക്കിലുള്ള എല്ലാ ഐറ്റംസും തന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. അപ്പം അരി എവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം ബൈ ദ ടൈം നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പം നമ്മൾ നല്ല പൊരിച്ച കോഴീൻ്റെ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മുടെ മസാലകൾ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് മതി, പിന്നെ ഗരം മസാല, അതുപോലെ തന്നെ തൈര്, ഒരു 2 സ്പൂൺ തൈര് അത്രയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു 30 മിനിറ്റ്സ് അവനവിടെ ഇരുന്ന് സെറ്റാവട്ടെ. ഇനി സ്ലൈസാക്കി ഉപ്പിട്ട് വെച്ചിരിക്കുന്ന സവാളയെ നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് മാറ്റിയെടുക്കാം. നെക്സ്റ്റ് നമുക്കൊരു ജിഞ്ചർ, ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഗ്രീൻ ചില്ലിക്ക് പകരം നമ്മുടെ നാട്ടിലെ കാന്താരി മുളകില്ലേ, അതുണ്ടെങ്കിൽ അത് നല്ല സൂപ്പറായിരിക്കും. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ പേസ്റ്റ് കൂടെ നന്നായി മിക്സ് ചെയ്ത് ചേർക്കുക. മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് 1 അവർ വെക്കുന്നത് നല്ലതാണ് എപ്പോഴും. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പം നമ്മുടെ മാരിനേറ്റഡ് ചിക്കൻ ഏതാണ്ട് 1 മണിക്കൂർ ഇരുന്ന് സെറ്റായിരിക്കുവാണ്. ഇനി നമുക്ക് അതിനെ നല്ല ഓയിലോട്ട് ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രൈ ആകുമ്പോൾ തന്നെ നമുക്കൊരു മസാലയുടെ മണമൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഫ്രൈ ആവുന്നതായിരിക്കും നല്ലത്. ഇത് പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഫ്രൈ ആയിക്കോട്ടെ നന്നായി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പം സ്റ്റൗ സിമ്മിലോട്ടാക്കിയിട്ട് കുറച്ച് സമയം കൂടെ കൊടുത്ത് നന്നാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ദം വേണമല്ലോ. അപ്പം അതിനുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിരുന്ന ഒനിയൻ അവിടെ ഇരിപ്പുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമ്മൾ സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ നന്നായി ഫ്രൈ ചെയ്ത് കിട്ടും. അതിനാണ് കൈ വെച്ച് മിക്സ് ചെയ്ത് സ്ക്യൂസ് ചെയ്യാൻ പറയുന്നത്. ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയെ മാറ്റി വെച്ചിട്ട് ഒരു ചട്ടിയിലേക്ക് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എക്സ്ട്രാ ഓയിലൊന്നും എടുക്കണ്ട. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത ഓയിൽ എടുക്കുക. അപ്പോൾ അത് വേസ്റ്റ് ആവത്തുമില്ല. അതിനകത്തുനിന്ന് ഉള്ള ഓയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം. ആ ഓയിൽ എടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ച കുറച്ച് ഒനിയൻ എടുത്ത് അതിലേക്കിട്ട് മിക്സ് ചെയ്യുക. ഒരുപാടാവണ്ട. ഒനിയൻ ഒരുപാടായാൽ ചിക്കൻ കറിക്കൊരു സ്വീറ്റായിട്ടുള്ളൊരു ടേസ്റ്റായിരിക്കും വരുന്നത്. അപ്പോൾ ആവശ്യത്തിന് എടുക്കുക. ഞാൻ എമൗണ്ട് പറയില്ല ഒന്നിൻ്റെയും, കാരണം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെയും അരിയുടെയൊക്കെ എമൗണ്ടിനനുസരിച്ചാണ് ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടത്. അത് സാധാരണ കുക്ക് ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാർക്കും അറിയാൻ പറ്റും എത്ര എടുക്കണം, അവരവരുടെ ടേസ്റ്റിനും സ്പൈസി എത്ര വേണമെന്നൊക്കെ ഉള്ളതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നേരത്തെ എടുത്ത മസാലകൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അതും കുറച്ചാകാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചിക്കൻ പീസും കൂടി ഇട്ട് നന്നായി വേവിക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടി ദമ്മിന് കുറച്ചുകൂടി ഗ്രേവി ഉണ്ടാക്കണം, ഈ ചിക്കൻ ഗ്രേവി അല്ലാതെ. അതിനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ തന്നെ എടുക്കാം. അതിനാവശ്യത്തിനുള്ള മസാല നമ്മൾ നേരത്തെ ആഡ് ചെയ്യുന്ന സെയിം മസാലാസ്, പിന്നെ കുറച്ച് ഉപ്പും 2 ടൊമാറ്റോയും ആഡ് ചെയ്ത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് ദം അധികം വേണ്ടവർ ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിക്കൻ്റെ ഗ്രേവി മാത്രം മതിയാകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. അതിനായിട്ടൊരു ദോശക്കല്ലോ ഒരു തവയോ വേണം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്തായിട്ട് നിങ്ങൾ ദം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കണ്ടെയ്നർ വെക്കുക. കണ്ടെയ്നറിൻ്റെ ബോട്ടത്തിൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ദമ്മും കുറച്ച് ചിക്കൻ പീസസും വെക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസ്, അതിന് മുകളിലായിട്ട് റൈസ്, ഇങ്ങനെ നമ്മൾ ലെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ദമ്മെല്ലാം വെച്ച് കഴിഞ്ഞാൽ ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് മുകളിലൊരു വെയിറ്റും വെക്കുക. ഒരു 10 മിനിറ്റ്സ് ടൈം സ്റ്റൗ സിമ്മിലാക്കിയ ശേഷം അതങ്ങനെ വെച്ചിരിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊരിച്ച കോഴീൻ്റെ ബിരിയാണി റെഡിയായി മക്കളെ. എല്ലാവരും വരൂ കഴിക്കാൻ. ഒപ്പം സാലഡും പപ്പടവും എല്ലാം ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണേ.
അപ്പം പിന്നെ ശരി, എല്ലാവരും എൻജോയ് ചെയ്തോളൂ ബിരിയാണി. ടാറ്റാ.